class of Jolie tutorials. ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സെക്കൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതായത് എക്സസൈസ് 5.2. ഈ എക്സസൈസ് 5.2നകത്ത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യനകത്ത് കഴിഞ്ഞ വീഡിയോസൊക്കെ അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ കണ്ട പോലെ നമ്മൾ അങ്ങനത്തെ തന്നെ രീതിയിലുള്ളതാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ഇവിടെ ഇന്ന് 11th ക്വസ്റ്റ്യൻ തൊട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ 11th ക്വസ്റ്റ്യൻ, which term of the AP 3, 15, 27, 39 will be 132 more than its 54th term? ക്വസ്റ്റ്യനിൽ അവരെന്താ പറയുന്നത് വെച്ചാൽ അവർ ആദ്യം നമുക്കൊരു AP തന്നിട്ടുണ്ട് 3, 15, 27, 39. ഇതിനകത്ത് ഈ APക്കകത്തെ ഏത് ടേം ആണ് APയിലെ തന്നെ 54th ടേമിനേക്കാളും 132 കൂടുതലായിട്ടുള്ളത് എന്ന് വെച്ചാൽ മോർ ദാൻ 54th ടേം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്യുക. സോ 54th ടേമിലോട്ട് 132 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ആണോ കിട്ടുന്നത്, അത് എത്രാമത്തെ ടേം ആണോ അതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ. സോ നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതാം. ഈ APക്കകത്ത് A എന്താണ്? ഫസ്റ്റ് ടേം 3. D എന്താണ്? 15 minus 3 which is equal to 12. ഇനി നമുക്ക് ഓക്കെ, നമ്മൾക്ക് തന്നേക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ A54th ടേം എന്ന് പറയുമ്പം A54 അല്ലേ, A54 plus 132 എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം A54 എന്താണെന്ന് കണ്ടുപിടിക്കാം. A54 equal to നമ്മളുടെ ഫോർമുല യൂസ് ചെയ്ത് A plus n minus 1 into D. So 3 plus 54 minus 1 into 12. 3 plus 53 into 12. 53 into 12, 6, 10, 3, 5. 6, 3, 6. So 3 plus 6, 3, 6. Which is equal to 6, 3, 9. ഇനി നമുക്കപ്പം A54 കിട്ടി. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ച് A54 പ്ലസ് 132 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈക്വൽ ടു 639 പ്ലസ് 132 എന്ന് പറയുമ്പം 11, 6, 7, 771. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഇനി സ്ട്രേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ 771 ഈ APക്കകത്ത് എത്രാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ആ ഫോർമുലയ്ക്കകത്ത് തന്നെ നമ്മൾ n കണ്ടുപിടിക്കണം. ഈ 771 എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ AN ആണ്. സോ therefore നമ്മളുടെ ഫോർമുല എന്താ? AN equal to A plus n minus 1 into D. We can write this as 771 equal to A എന്ന് പറയുന്നത് 3 plus n minus 1 into D is 12. So we get 771 equal to 3 plus 12 into n, 12 into minus 1 minus 12. So 3 minus 12 എന്ന് പറയുമ്പോൾ നമുക്ക് minus 9 എന്ന് കിട്ടും. So this is 12n minus 9. ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് 771 plus 9 equal to 12n എന്ന് കിട്ടും. ഈ 771 plus 9 എന്ന് പറയുമ്പം 780 ആയി. 780 equal to 12n. ഇനി നമുക്ക് n കണ്ടുപിടിക്കണം. ഞാൻ ഇവിടുത്തെ ഒന്ന് ഇറേസ് ചെയ്യുക. നമുക്ക് n ആണ് കണ്ടുപിടിക്കണം. നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഫോർമുല 780 equal to 12n. Therefore n equal to 780 divided by 12. നമ്മൾ രണ്ടിനെയും 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടും ഇതാണെങ്കിൽ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 4 ആകും. ഇത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 8, 60. വീണ്ടും നമുക്ക് ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 130 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 12 6 ടൈംസ് വരും. and 10 65. സോ നമുക്ക് കിട്ടും therefore n equal to
65 എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആണിത്. Therefore ഈ A54 plus 132 is the 65th term of the AP. അപ്പം നമ്മൾക്ക് ഫൈനലി നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. ഇത് എത്രാമത്തെ ടേം ആയിരുന്നു? നമ്മളിപ്പം 771 ആണ് ആൻസർ എന്ന് എഴുതി, അത് ശരിയാവത്തില്ല. നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ ആഡ് ചെയ്യുമ്പം കിട്ടുന്നത് എത്രാമത്തെ ടേം ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ആൻസർ വരേണ്ടത് 65th ടേം. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12-നകത്ത് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് AP തന്നേക്കുക. രണ്ട് APയുടെ പ്രത്യേകത, ഈ രണ്ട് APയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടിന് കോമൺ ഡിഫറൻസ് സെയിം ആണ്. സോ ഐ റീഡ് ഇറ്റ് വൺസ്. Two APs have the same common difference. The difference between their 100th term is 100. What is the difference between their 1000th term എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് രണ്ട് AP ഉണ്ട്, AP1ഉം AP2. ഈ രണ്ട് APയുടെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. രണ്ടിനെയും ഞാൻ D എന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ടു APs ബി ഡി. ഇനി ഫസ്റ്റ് APനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എ പ്ലസ് ഡി, എ പ്ലസ് 2D എക്സെട്ര. സെക്കൻഡ് APനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ബി പ്ലസ് ഡി, ബി പ്ലസ് 2D അങ്ങനെ. വേർ എ is the first term of AP1 and B is the first term of AP2. Okay? ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് APsനെ കൺസിഡർ ചെയ്യുക. AP1 AP2. AP1ന്റെ ഫസ്റ്റ് ടേം എയും AP2ന്റെ ഫസ്റ്റ് ടേം ബി ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുക. ആൻഡ് ഇതിന് രണ്ടിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡീനെ എടുക്കും. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ജനറൽ ഫോം. നമ്മൾ APനെ എഴുതുന്ന ജനറൽ ഫോം ഇതാണ്. ഇനി നമ്മളോട് ഇവർ പറഞ്ഞേക്കുക, ഈ ഫസ്റ്റ് APയുടെയും സെക്കൻഡ് APയുടെയും 100th ടേം ഉണ്ടല്ലോ, 100th ടേമിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് APയുടെ 100th ടേം മൈനസ് സെക്കൻഡ് APയുടെ 100th ടേം എന്ന് പറയുന്നത് 100 ആണ്. അതിന്റെ വാല്യൂ 100 ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എഴുതുക, ലെറ്റ് 100th ടേം of AP1 be A100 and 100th term of AP2 be B100. Okay? Therefore, given നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, A100 minus B100 equal to 100. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, A1000 മൈനസ് B1000 ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ A1000 ടേം ഓഫ് ഫസ്റ്റ് APയും B1000 ടേം ഓഫ് സെക്കൻഡ് AP ആണ്. ഇനി നമുക്ക് തന്നേക്കുന്ന ഗിവൺ കണ്ടീഷനിൽ ഇതിൽ നിന്നാണ് നമ്മളിനി ബാക്കിയെല്ലാം സോൾവ് ചെയ്ത് ഇങ്ങോട്ട് പോകേണ്ടത്. A100ന്റെ ഫോർമുല എന്താണ്? അതായത് നമ്മളുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെച്ച് A100 എന്താകും, ഫസ്റ്റ് ടേം പ്ലസ് 100 minus 1 into common difference എന്ന് പറയുമ്പോൾ A100 equal to A plus 99D. അങ്ങനെ തന്നെ നമുക്ക് ആ ഫോർമുല തന്നെ യൂസ് ചെയ്ത് B100 എന്താണെന്ന് എഴുതാമല്ലോ. B100 equal to first term, അതായത് AP2ന്റെ ഫസ്റ്റ് ടേം പ്ലസ് 100 minus 1 into D എന്ന് വെച്ചാൽ 99D. അപ്പോൾ നമുക്ക് A100ഉം B100ഉം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനകത്തോട്ട് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് values in equation 1. ഇത് equation 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, A100 minus B100 equal to 100 എന്ന് എഴുതണം. എന്ന് വെച്ചാൽ A plus 99D minus B plus 99D equal to 100.
ഈ ബ്രാക്കറ്റിനെ തുറക്കാമല്ലോ. എ പ്ലസ് 99d, നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് തന്നെ, മൈനസ് ബി, നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് തന്നെ, മൈനസ് 99d ഈക്വൽ ടു 100. ഇവിടെ പോസിറ്റീവ് 99d, ഇവിടെ നെഗറ്റീവ് 99d. അപ്പൊ 99d മൈനസ് 99d, നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ, ഇത് രണ്ടും 0 ആയി പോകും. ബാക്കി ഇനി എന്താ കിടക്കുന്നത്? എ മൈനസ് ബി ഈക്വൽ ടു 100. ഇങ്ങനെ നമുക്കൊരു ഫോർമുല ഇവിടെ കിട്ടും, എ മൈനസ് ബി ഈക്വൽ ടു 100. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ വെച്ച് നമുക്കൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്, വേറൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫോം എന്താണെന്നൊന്ന് എഴുതി നോക്കാം. അതായത് A1000 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോർമുല വെച്ച് എത്രയാകും? ഫസ്റ്റ് ടേം പ്ലസ് 1000 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ A പ്ലസ് 1000 മൈനസ് 1 999d. ഇതാണ് നമ്മളുടെ A1000. അങ്ങനെ തന്നെ B1000 എത്രയാകും? B പ്ലസ് 999d. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? A1000 മൈനസ് B1000. അപ്പൊ നമുക്ക് എഴുതാം A1000 മൈനസ് B1000 ഈക്വൽ ടു A പ്ലസ് 999d മൈനസ് B പ്ലസ് 999d. ഇത് നമുക്ക് ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ A പ്ലസ് 999d നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ്, നെഗറ്റീവ് ബി, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് 999d. ഇവിടെ പോസിറ്റീവ് 990 ആൻഡ് ഇവിടെ നെഗറ്റീവ്, നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ. നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ A1000 മൈനസ് B1000 ഈക്വൽ ടു എ മൈനസ് ബി. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്നതാ A1000 മൈനസ് B1000 ഈക്വൽ ടു എ മൈനസ് ബി. നമ്മൾ നേരത്തെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? ഓൾറെഡി എ മൈനസ് ബിയുടെ വാല്യൂ 100 ആണെന്ന്. അപ്പൊ ഇവിടെ എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് 100 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ 100 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്ന് നമുക്ക് കിട്ടിയത്? ഫ്രം ഇക്വേഷൻ നമ്പർ 2. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. നമ്മളുടെ ഫൈനൽ ആൻസർ ആണ് A1000 minus B1000 equal to 100, which means that the difference between 1000th term of two APs equal to 100. So that is the end of our 12th question. Next is question number 14. 14 at ചോദിച്ചേക്കുക 10 to 250 നടുക്ക് എത്ര മൾട്ടിപ്പിൾസ് ഓഫ് 4 ഉണ്ടെന്ന്. ഇങ്ങനെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ അതിനകത്ത് അവർ ചോദിച്ചത് എത്ര നമ്പേഴ്സ് ഇന്നത് തൊട്ട് ഇന്നത് വരെയുള്ള എത്ര നമ്പേഴ്സ് 4 വെച്ച് ഡിവിസിബിൾ ആണെന്ന്. അങ്ങനെയാണ് അവർ ചോദിച്ചത്. ഇതിനകത്തൊരു ടേംസ് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയെന്നുള്ളൂ, പക്ഷേ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. 10ന്റെയും 250യുടെയും നടുക്ക് എത്ര മൾട്ടിപ്പിൾസ് ഓഫ് 4 ഉണ്ട് നമ്മൾ എഴുതുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം AP ഫോം ചെയ്യണം, നമ്മൾ തന്നെ ഫോം ചെയ്യണം. അപ്പൊ നമുക്കറിയാം 10 തൊട്ട് തുടങ്ങുമ്പം ഏറ്റവും ആദ്യം വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാ? 12. പിന്നെ 16, 20 അങ്ങനെ പോകും. അപ്പം 250ക്ക് മുമ്പായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള 4 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. അപ്പം 250 പറ്റത്തില്ല, 249 പറ്റത്തില്ല, പക്ഷെ 248 കംപ്ലീറ്റ്ലി നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു APക്കകത്ത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 248. Now what we have to find is that we have to find n terms ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ സിംപ്ലി നമ്മൾ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഈ APക്കകത്ത് A എന്താ? 12. D എന്താണ്? 16 minus 12 which is equal to 4. N എന്താണ്? ലാസ്റ്റ് ടേം 248. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാ. An equal to A plus n minus 1 into D. So this would become 248 equal to 12 plus n minus 1 into 4, which is equal to 12 plus 4n minus 4. 12 minus 4 we get as 8 plus 4n. ഇനി നമുക്ക് ഈ 8നെ ഇവിടെ എല്ലാം 248 ആണ്.
ഈ 8നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിത് സബ്ട്രാക്ട് ചെയ്യണം. സോ വി ഗെറ്റ് ദിസ് ആസ് 248 മൈനസ് 8 എന്ന് പറയുമ്പോൾ 240 ഈക്വൽ ടു 4n. Therefore, what is n? n equal to 240 divided by 4, which is equal to 60. So this is our answer. We have 60, n equal to 60. We can say that there are 60 terms between 10 and 250 which are multiples of 4. So that's the end of this question. Now next is question number 15. Question number 15 നാത്ത് അവർ പറയുന്നത് 2 AP തന്നിട്ടുണ്ട്. ഒന്ന് ഈ AP 63, 65, 67 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാനിത് എടുത്തേക്കുന്നത് ഇപ്പോൾ ഇതല്ല, ക്വസ്റ്റിനകത്ത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് AP എന്ന് പറയുമ്പോൾ 10, 3, 10, 17 അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n സച്ച് ദാറ്റ് ഈ AP ഫസ്റ്റ് APക്കകത്തെ ഒരു ടേമും സെക്കൻഡ് APക്കകത്തെ ഒരു ടേമും ഈക്വലാണ്. രണ്ടിൻ്റെയും nth ടേം ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത്. രണ്ടിൻ്റെയും nth ടേം ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ n എന്താണെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് n. സോ ലെറ്റ്സ് ട്രൈ ആൻഡ് ഡു ദാറ്റ്. സോ ഫസ്റ്റ് നമ്മളിവിടെ അസ്യൂം ചെയ്യുവാണ് let nth term of first AP be an and second be bn. നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ എന്താ? an equal to bn എന്ന്. അപ്പം ഇവിടെ എനിക്ക് പറയാൻ പറ്റും ഫസ്റ്റ് വണ്ണിന്റെ a എന്താ? നമുക്ക് ആദ്യം ഡീറ്റെയിൽസ് എല്ലാം എഴുതിയേക്കാം. a എന്താണ്? ഫസ്റ്റ് ടേം 63. സെക്കൻഡ് വണ്ണിന്റെ ഫസ്റ്റ് ടേം എന്താണ്? 3. ഇതിന്റെ കോമൺ ഡിഫറൻസ് dA എന്ന് എഴുതാവേ. കോമൺ ഡിഫറൻസ് എത്രയാ? 65 minus 63 which is equal to 2. ഇനി ഇതിന്റെ dB എന്ന് ഞാൻ എഴുതുക. ഇതിന്റെ കോമൺ ഡിഫറൻസ് 10 minus 3 which is equal to 7. ഇനി നമ്മളോട് പറഞ്ഞേക്കുക നമുക്ക് ഇതിനകത്ത് an-ന്റെ ഫോർമുല എഴുതാവേ. an equal to 63 plus n minus 1 into 2 equal to 63 plus 2n minus 2 equal to 61 plus 2n. അതാണ് നമ്മളുടെ an എന്ന് പറയുന്നത്. ഇനി bn-ന്റെ ഫോർമുല കണ്ടുപിടിക്കാവേ. bn-ന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 3 plus n minus 1 into 7 equal to 3 plus 7n minus 7 equal to 7n minus 4. 3 minus 7 എന്ന് പറയുമ്പോൾ minus 4. ഇതാണ് നമ്മളുടെ bn-ന്റെ ഫോർമുല. Now what we have to do is that നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് an-ഉം bn-ഉം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ an-ന്റെ വാല്യൂവും bn-ന്റെ വാല്യൂവും ഈക്വേറ്റ് ചെയ്യാമല്ലോ. So as an equal to bn, we can say that 61 plus 2n equal to 7n minus 4. ഞാൻ 2n-നെ ഇങ്ങോട്ട് കൊണ്ടുവരും, 4-നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കിട്ടും 61 plus 4 equal to 7n minus 2n. 65 equal to 5n, which means that n equal to 65 divided by 5, which is 13. So നമ്മളുടെ ആൻസർ ആണ് രണ്ടിൻ്റെയും 13th ടേം 30th ടേം ആണ് എന്ത് ഈക്വൽ ആയിട്ട് വരുന്നത്. So that is the end of 15th question.